പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരു കർത്താവിൻ്റെ ദാസൻ ദൈവവചന ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷവുമായി കടന്നുപോയി കൊൽക്കത്തയുടെ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ വളരെ താല്പര്യത്തോടുകൂടെ സുവിശേഷം അറിയിക്കുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അപ്രകാരം സുവിശേഷം അറിയിക്കുവാനായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ ഇവാഞ്ചലിസ്റ്റ് ഷാജി ചാക്കോ അവറുകൾ ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷകരുടെ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരം അനുസരിച്ച് 2-3 പടവീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങൾ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. അപ്പോൾ കോരി വിരുന്നുവാടി കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ലതും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് എന്നോട് പറഞ്ഞു. യേശു അതിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാരിൽ അവനിൽ വിശ്വസിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസംപിതാവേ, ഈ നല്ല മനോഹരവുമായ സമയത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ വചനം ആത്മാവിനാൽ എഴുതിയ ആ ആത്മാവിനാൽ തന്നെ സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുത്തണം. ദൈവകൃപയിൽ നിലനിർത്തണം. ദൈവിക കൃപയിൽ ജ്ഞാനത്തോടെ സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം ആണ് നാം ഇവിടെ വായിക്കുവാൻ ഇടയായത്. 2-ാം അധ്യായമാണ്. അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുവാനിടയായത്. ഇത് യേശുവിൻ്റെ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത ആദ്യ അടയാളം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷങ്ങൾ നാം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമാണ് അവസാനമായി എഴുതിയ സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ, മറ്റ് അനേക കാര്യങ്ങൾ യോഹന്നാൻ അതിനെ എടുത്ത് മുൻ പരിഗണന കൊടുത്ത് വായിക്കുന്നതായി അല്ലെങ്കിൽ എഴുതുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ എല്ലാം അടയാളങ്ങളായിട്ടാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് താൻ എഴുതുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദാസത്വത്തെ എടുത്ത് പ്രസ്താവിച്ചുകൊണ്ട് എഴുതുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം നല്ല ഒരു മനുഷ്യനായി യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ച് എഴുതുമ്പോൾ, യോഹന്നാൻ എഴുതുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ശക്തമായി ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് താൻ ഈ സുവിശേഷം എഴുതുവാനിടയായിട്ടുള്ളത്. രണ്ടാമത് യോഹന്നാൻ്റെ സുവിശേഷം നോക്കുമ്പോൾ സർവ്വലോകത്തിനും വേണ്ടി എഴുതിയിരിക്കുന്നു എന്നാണ് നമുക്ക് മറ്റുള്ള വാക്യങ്ങളിൽ കാണുവാനിടയാകുന്നത്. ലോക മനുഷ്യർക്ക് എല്ലാവർക്കും രക്ഷ സൗജന്യമായി ലഭിക്കുന്ന ഒരു സുവിശേഷ എഴുത്തുകാരനാണ് യോഹന്നാൻ എന്ന് നമുക്ക് ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി തൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാനിടയായി.
എന്ന് നമുക്കിവിടെ കാണുന്നു. അപ്പോൾ എന്താണ് ഈ കാനാവിൻ്റെ അല്ലെങ്കിൽ ഗലീലയിലെ കാനാവിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ, യഹൂദയുടെ അല്ലെങ്കിൽ യെരുശലേമിൻ്റെ ആ പശ്ചാത്തലം 3 പ്രവിശ്യകളായി തിരിച്ചിരിക്കുന്ന നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. 1 ഗലീലയും, 2 ശമരിയായും, നടുക്കുള്ള ഭാഗം ശമരിയായും, ഒരു ഭാഗം യഹൂദിയായും ആണ്. യെരുശലേം പട്ടണമൊക്കെ ഉള്ള ഒരു ഭാഗവും. ഇങ്ങനെ യാതൊരു വികസനവുമില്ലാതെ മത്സ്യബന്ധന തൊഴിലാളികളായി മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി ആയിരിക്കുന്നതായ കുറച്ച് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായോ വലിയ ഉയർച്ചയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ പാർക്കുന്ന കടലോര പ്രദേശമാണ്. കടലോരം എന്ന് പറയുമ്പോൾ ഗലീല കടൽ എന്ന് പറയുന്നത് ഒരു തടാകമാണ്, യഥാർത്ഥ ഒരു കടലല്ല. പക്ഷേ തിരുവചനത്തിൽ ഗലീല കടൽ എന്നാണെന്ന് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു കടലല്ല. ഏകദേശം 16 മൈൽ നീളവും 3 മൈൽ വീതിയും മാത്രം ഉള്ളതായ ഒരു തടാകമാണ്. ഹെർമോനിയ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി വരുന്ന യോർദാൻ നദി ഒഴുകി ഈ തടാകത്തിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും താഴോട്ട് ഒഴുകി, അതായത് ഒരിക്കലും ഒന്നും ഉണ്ടാകാത്തതായ, ഒരു ജീവജാലങ്ങളും വളരാത്തതായ ചാവുകടലിൽ ചെന്ന് ചേരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളതായ ഒരു തടാകമാണ് ഈ ഗലീല തടാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കരയ്ക്ക് പാർത്തിരുന്നതായ യോഹന്നാനും പത്രോസും ഒക്കെ ഇതിൻ്റെ കരയിൽ പാർത്തിരുന്നതായ വ്യക്തികളായിരുന്നു. അവിടെ യേശു ആദ്യമായി ഒരു അത്ഭുതം, അടയാളം ചെയ്യുവാൻ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിൻ്റെ സാംസ്കാരികമായ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, ഒരിക്കലും ഉയർച്ചയില്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സമൂഹം താഴ്ത്തപ്പെട്ടിരുന്നതായ ഒരു സമൂഹമായിരുന്നു ഗലീലക്കാർ എന്ന് പറയുന്നത്. യേശുവിൻ്റെ കാലത്തും യേശുവിനെ കളിയാക്കി അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടുള്ളവരെ കളിയാക്കി പറയുന്നു, അവനും ഗലീലക്കാരനാണ് എന്ന് പറഞ്ഞ് ഒരു താഴ്ച അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഗലീലയിലെ കാനാവ് ആയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ അവിടെ വന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ മത്തായി സുവിശേഷത്തിൽ ഒരു പ്രത്യേക ഭാഗം എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അതിന് 12 പോലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറ് യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രയത്ത് തൊട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിലും കടൽക്കരയുമുള്ള കഫർന്നഹൂമിലും ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള യോർദാൻ നക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തും നിഴലിരുന്നവർ പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയുവാൻ ഇടയായി. അന്നു മുതൽ യേശു സ്വർഗ്ഗം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. ഇവിടെ നോക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം മത്തായി സുവിശേഷത്തിൽ അത് കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെക്കുറിച്ച്, യേശു അവിടെ വരുന്നതിനെക്കുറിച്ച് പ്രവാചകന്റെ അഗ്രഗണ്യനായിരുന്ന യെശയ്യാവ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അതൊന്ന് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം വാക്യം മുതലാണ്. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ് ദേശത്ത് പാർത്തിരുന്ന
മേൽ പ്രകാശം ശോഭിച്ചു. യേശു അവിടെ കടന്നു വരുമ്പോൾ പ്രകാശം ശോഭിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ, എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്ത് തിമിരം നിലനിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൺ ദേശത്തും നഫ്താലി ദേശത്തും, അങ്ങനെ ആ ഭാഗം അവിടെ തുടരുകയാണ്. അത് മൊത്തം വായിച്ചു വിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു എന്ന് നമുക്ക് വായിക്കുവാനിടയായി. ഇത് ആരുടെ കല്യാണമാണ് എന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പരതി നാം പരിശോധിക്കുമ്പോൾ ഈ സുവിശേഷത്തിൽ എങ്ങും യോഹന്നാന്റെ പേര് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പല ഭാഗത്ത് നാം പരിശോധിക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യേശുവും യോഹന്നാനും തങ്ങളിൽ ഒരു രക്തബന്ധത്തിൻ്റെ ഉള്ള വ്യക്തികളാണ്. യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് ഈ യോഹന്നാൻ, എഴുത്തുകാരനായ യോഹന്നാൻ. അപ്പോൾ ആ യോഹന്നാന്റെ വിവാഹത്തിനാണ് യേശു അവിടെ കടന്നു വരുവാനുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഭവനത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കൊരു പ്രത്യേക സ്ഥാനം അവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിൻ്റെ അമ്മ അവരോട് അവൻ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുവാൻ അവിടുത്തെ ബാല്യക്കാരായ, അവിടുത്തെ ആ ജോലിക്കാർ അത് കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ അമ്മയ്ക്ക് പ്രത്യേക ഒരു സ്ഥാനം അവിടെ ആ ഭവനത്തിലുണ്ടായിരുന്നു. അവർ തങ്ങൾ രക്തബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുവാനിടയായത്. അപ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെ കടന്നു വരുവാനിടയായി. യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. എന്നാൽ യേശു അവിടെ കടന്നു വന്ന് താൻ വെളിയിൽ ആയിരിക്കുകയാണ്. എന്നാൽ വീഞ്ഞ് പോരാതെ വരുന്നത് എന്ന് മനസ്സിലാക്കിയ തൻ്റെ അമ്മ യേശുവിനോട് പറയുവാനിടയായി, ഇവിടെ വീഞ്ഞ് പോരാതെ വരുന്നു, വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുവാനിടയായി. യോഹന്നാൻ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെയും എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് അവിടെ പറയുന്ന ഒരു പദം നമുക്ക് കാണുമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷത്തിലും എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് പറയുന്നത് കാണുവാൻ കഴിയുന്നു. ഗദരദേശത്തെ ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുമ്പോൾ ആ പദം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഞങ്ങളുടെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, ഞങ്ങളെ പാതാളത്തിൽ അയക്കരുത് എന്ന് പറയുന്ന ആ പദം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഞാൻ ആ ഭാഗത്ത് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ യേശുവിൻ്റെ അമ്മ ബാല്യക്കാരോട് പറയുവാനിടയായി, അവൻ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്വി. ഇന്ന് പകൽക്കാലം അവൻ വല്ലതും കൽപ്പിച്ചാൽ, നാം ചെയ്യാൻ തീരുമാനിച്ചാൽ അനുഗ്രഹം സുനിശ്ചിതമായി നമുക്ക് ലഭിക്കുവാനിടയായത്. അവൻ എന്താണ് പറയുന്നത് അത് കേൾക്കുവാൻ ആര് തയ്യാറാകുന്നോ അവരുടെ മേളിൽ ദൈവിക വിടുതൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഇവിടെ നോക്കുമ്പോൾ യേശു പറഞ്ഞു, 6 കൽപ്പാത്രങ്ങളിൽ അവിടെ വെളിയിൽ ഇരിക്കുകയാണ്. ഒരു ഭവനത്തിൻ്റെ ശൂന്യാവസ്ഥയെ ആണ് ഇവിടെ കാണിക്കുന്നത്. 2, അവിടെ ആദ്യം വീഞ്ഞുണ്ടായിരുന്നു. ആ ഭവനത്തിൽ ഭരണികളിൽ, അലമാരിയിൽ, അവരുടെ വിരുന്നുശാലയിൽ, ആ കലവറയിൽ നിറച്ച് ഭരണികളിൽ മനോഹരമായ, രുചികരമായ, നിറമുള്ളതായ, മണമുള്ളതായ വീഞ്ഞുകൾ നിറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നിരിക്കുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. രണ്ടാമത് നോക്കുമ്പോൾ അനേകർ കടന്നു വന്ന് അവരുടെ കാലുകളെ കഴുകി, അതിനാൽ
പുറത്തുണ്ടായിരുന്ന വെള്ളവും തീർന്നിരിക്കുന്നു. ഇപ്പോൾ വെള്ളവുമില്ല, വീഞ്ഞുമില്ലാത്ത വല്ലാത്ത ഒരു പരിസ്ഥിതിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ആ ഭവനം വളരെ ദുഃഖകരമായ നാണക്കേടിൻ്റെ ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ യേശു പറയുകയാണ്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി. എന്താണ് ഈ കൽപ്പാത്രങ്ങളുടെ ഉപയോഗം? യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് വെളിയിൽ നിന്ന് കടന്നു വരുന്നവർ അവരുടെ കാലുകൾ കഴുകിയിട്ടാണ് യഹൂദന്മാരുടെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. ആതിഥ്യ മര്യാദ അനുസരിച്ച് അവരവരുടേതായ ആ പദവിയിലുള്ളവർ ആണ് കടന്നു വരുന്നതെങ്കിൽ അവിടുത്തെ വീട്ടുടയവൻ തന്നെ ഇറങ്ങിച്ചെന്ന് അവരെ വിളിച്ച് അവരുടെ കാലുകളിൽ വെള്ളമൊഴിച്ച് അവരെ സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ അവരെക്കാൾ താഴ്ന്നവരാണെങ്കിൽ അവിടെ ജോലിക്ക് നിൽക്കുന്നതായ ബാല്യക്കാർ അവരെ ചെന്ന് ക്ഷണിച്ച് അവരുടെ കാലുകളെ കഴുകിയിട്ട് ഭവനത്തിൽ പ്രവേശിക്കപ്പെടും എന്നതാണ് അവിടുത്തെ പശ്ചാത്തലം. അങ്ങനെയാണ് അവരുടെ പാരമ്പര്യം. അതിനാണ് 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൽപ്പാത്രങ്ങളിൽ വെള്ളം തീർന്നിരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി. അവർ അത് മനസ്സോടെ അനുസരിക്കുവാൻ തീരുമാനിച്ചു. നാം നോക്കുമ്പോൾ ഇത് ഗലീലയിൽ ആണ് ചെയ്യുവാനിടയായി. ഈ ഗലീലയുടെ കാനാവിൻ്റെ പ്രത്യേകത എന്താണ് നാം പരിശോധിക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിതു. അത് താഴോട്ട് വായിക്കുമ്പോൾ 20 സംവത്സരം കൊണ്ട് പണിത് അവർക്ക് ആ മനോഹരമായ ഹിരാം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിൻ്റെ പ്രതിഫലമായി 20 പട്ടണങ്ങൾ ശലോമോൻ അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ പട്ടണങ്ങളിലേക്ക് കടന്നു വന്ന് ഹിരാം നോക്കിയപ്പോൾ യാതൊരു ഉയർച്ചയുമില്ലാതെ, യാതൊരു വിദ്യാഭ്യാസപരമായോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ കാണുവാനിടയത്. ഹിരാം ശലോമോനോട് പറയുവാനിടയിൽ തീർന്നു, ഇത് എനിക്ക് വേണ്ട സഹോദര, ഇത് താങ്കൾ തന്നെ എടുത്തുകൊള്ളുവാൻ പറയും. ശലോമോൻ്റെ ജ്ഞാനം കൊണ്ട് പണിതെടുക്കുവാൻ കഴിയാത്തത്, ഹിരാമിൻ്റെ സാമ്പത്തിക നന്മ കൊണ്ട് പണിതെടുക്കുവാൻ കഴിയാത്തതിനെ കർത്താവ് ആ ദേശത്തേക്ക് കടന്നു വന്ന് പണിയുവാനിടയായി തീർന്നു. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാൻ ഗോത്രത്തിന് കിട്ടിയതായ അവകാശ ഭൂമിയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 24 മുതൽ വായിക്കുമ്പോൾ, ആശേർ ഗോത്രത്തിൽ താഴോട്ട് അതിൻ്റെ 29 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആശേർ ഗോത്രത്തിന് അവർക്ക് അവകാശം കിട്ടിയ സ്ഥലമായിട്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആശേർ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയാണ് ഈ ഗലീലയിലെ കാന എന്ന് പറയുന്നത്. എന്നാൽ അതേ വാക്യത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ആശേറോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ ഭോജനം നൽകും എന്നാണ് അവിടെ ദാൻ ഗോത്രത്തിന് പറയുവാൻ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രാജകീയ ഭോജനമില്ലാതെ, വീഞ്ഞില്ലാതെ എന്ന വാഗ്ദത്തം ലഭിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഇവർ. എന്നാൽ ആ വാഗ്ദത്തം ഇപ്പോൾ ശൂന്യതയുടെ അവസ്ഥയിൽ കടന്നു വന്നിരിക്കുമ്പോൾ യേശു അവിടെ കടന്നു വരുവാനിടയിൽ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അനേക നാളുകൾക്ക് മുമ്പ് അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ഒരുപക്ഷെ ലഭിച്ചിരിക്കാം. ഇപ്പോൾ ശൂന്യതയുടെ അവസ്ഥയാണെങ്കിൽ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ആ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അവിടുത്തെ ശൂന്യതകളെ മാറ്റി അവിടുത്തെ വീഞ്ഞ് അവർക്ക് ലഭിക്കാനിടയായി തീർന്നു. താഴെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടെ വീഞ്ഞില്ലാതെ വന്നപ്പോൾ യേശു ആ 6 കൽപ്പാത്രങ്ങളിൽ വീഞ്ഞ് നിറച്ച് അത് രുചികരമായ
വീഞ്ഞായി തീരുവാനിടയിൽ. നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് വെള്ളം ഒരു സൈഡിലേക്ക് കൂടുവാൻ പറഞ്ഞ് ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആത്മാവ് ഇപ്പോൾ യേശു ഇവിടെ കടന്നു വന്ന് ആ വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ വീഞ്ഞായി തീരുവാനിടയത്. മോശയുടെ കാലഘട്ടത്തിൽ വെള്ളത്തെ അടിച്ചപ്പോൾ ആ വെള്ളം രക്തമായി തീരുവാനിടയായി, അതിൻ്റെ നിറം മാറുവാനിടയായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ദാതാവായ മോശ ഒന്നാമത്തെ അത്ഭുതം ചെയ്തത് അവിടെ നമുക്ക് കാണുവാനുണ്ട്. അപ്പോൾ പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിയാത്തതിനെ യേശു സാധിപ്പാൻ ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. ന്യായപ്രമാണം കുറ്റമില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമതിന് ഒന്ന് അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കി വരേണ്ടതായ കാര്യമില്ലായിരുന്നു. എന്നാൽ പുതിയ ഒരു നിയമം ഇവിടെ സ്ഥാപിപ്പാനിടയായി തീർന്നു. പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്ന കൽപാത്രങ്ങളെ യേശു ആ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ രുചി മാറി, അതിൻ്റെ ഗുണം മാറി, അതിൻ്റെ മണം മാറി, എല്ലാ തരത്തിലും അതിന് വ്യത്യാസം വന്നതുപോലെ കാലാകാലങ്ങളായി പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്ന നമ്മളെ യേശു നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ രുചി മാറി, നമ്മുടെ മണം മാറി, നമ്മുടെ ഗുണം മാറി, നമ്മൾ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കാലാകാലങ്ങളിലായി കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്നതുകൊണ്ടാണ്, നമ്മുടെ ഉള്ളങ്ങളിൽ കടന്നു വന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കടന്നു വരുവാനിടയായത്. ഓരോ ദിവസവും നമുക്ക് അവൻ്റെ പാദപീഠത്തിൽ മുന്നേറി ആ പ്രതിഫലത്തിൽ, ആ മനോഹരമായ ആ അവസ്ഥയിൽ കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ 11-ാം വാക്യത്തിൽ ഇത് ഗലീലെ കാനാവിൽ വെച്ച് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇത് അടയാളം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അടയാളം? നാം അനേക യാത്രകൾ ചെയ്യുമ്പോൾ അനേക സൈൻ ബോർഡുകൾ കാണുവാനിടയാകുന്നു. ആ സൈൻ ബോർഡുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ യാത്ര സുഖകരമായി എത്തിച്ചേരേണ്ടുന്ന സ്ഥലത്ത് നമ്മളെ എത്തിച്ചേർക്കുക എന്നുള്ള സൈൻ ബോർഡുകളാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ സൈൻ ബോർഡ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ രുചികളെ മാറ്റുന്ന, നമ്മുടെ നിറങ്ങളെ മാറ്റുന്ന, നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിത്തരുന്ന ഒരു കർത്താവ് അവിടെ കടന്നു വന്നിട്ടുണ്ട്. അവൻ വല്ലതും കൽപ്പിച്ചാൽ നാം ചെയ്യാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും മാറ്റം വരുവാൻ സർവശക്തനായ ദൈവം ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ആര് അവൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കപ്പെടുന്നോ അവർക്ക് വ്യത്യാസം വരുത്തുന്ന, അനുഗ്രഹങ്ങളെ നൽകുന്ന, ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം നമ്മോടുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇത്രയും നേരം നിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. ഇത് കേൾക്കുന്ന ജനത്തിന് വിടുതലായി തീരുവാൻ സ്വർഗം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.